ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കൂടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ മിനിയാന്ന് ഞാൻ ഭയങ്കര മടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസം സമരവും പണിമുടക്കൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഞാനും അതിനനുസരിച്ച് ഇവിടെ മടി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഒട്ടും വീഡിയോ എടുക്കാതിരിക്കുകയായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നിട്ടോ എഡിറ്റ് ചെയ്യാൻ സമയത്ത്. അപ്പോൾ ഞാൻ ഒരു ദിവസം കൂടി വീഡിയോ എടുത്തിട്ട് രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ട് അങ്ങനെ ഒരുമിച്ച് ഇടാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഇന്നലെയും ഒട്ടും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാം കൂടിയിട്ടും ഞാൻ ആകെ 11 മിനിറ്റേ ഉള്ളൂ കേട്ടോ. വീഡിയോ 10-11 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ രണ്ടും കൂടി ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഞാനങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 75-ാമത്തെ 76-ാമത്തെ ഒക്കെ ദിവസമായി കേട്ടോ. ഭയങ്കര മടിയുള്ള 2 ദിവസങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. മടിയെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാനൊന്നും ഒരു ഒട്ടും മൂടില്ലാത്ത ഒരു ദിവസങ്ങളായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ സുജി ഇല്ല കേട്ടോ. സുജി രാവിലെ ഒരു 5-6 മണി ആയപ്പോഴേക്കും കൊച്ചിയിലൊരു മീറ്റിംഗ് ഉണ്ടായിട്ട് സുജി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. രാത്രി തന്നെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ പോയതാണ്. സോ ഇന്ന് രാവിലത്തെ ഡ്യൂട്ടി ഫുള്ള് എനിക്കാണ്. രാവിലെ മക്കളെ എണീപ്പിച്ച് കുളിപ്പിച്ച് ഫുഡ് കഴിപ്പിച്ച് ഡ്രസ്സ് മാറ്റിപ്പിച്ച് ഇതാ ഒരു വിധത്തിൽ ഇവരെ ഇറക്കി എന്താ സ്കൂളിലേക്ക് ആക്കുകയാണ് കേട്ടോ. രാവിലെ മക്കൾക്ക് വലിയ മൂടൊന്നുമില്ല, പപ്പ ഇല്ലല്ലോ. അപ്പോൾ ഇതാ അവരെ വീഡിയോ കോൾ ചെയ്യാണ് കേട്ടോ പപ്പൻ ഡ്രൈവിങ്ങിലാണ്. കൊച്ചിക്ക് പോവാണ് കേട്ടോ. എന്തോ തൃശ്ശൂരോ അങ്ങനെ എന്തൊക്കെ എവിടേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പോവാണ്. ഇന്നാണെങ്കിൽ ചേച്ചിയില്ല കേട്ടോ. ഇന്നെന്താ ബസ് സമരമൊക്കെയാണ് ഉള്ളൊരു ദിവസമാണ്. എല്ലാം കൂടി ആയിട്ട് എനിക്ക് നല്ലൊരു ദിവസമാണ്, നല്ലൊരു തുടക്കമാണ് ഇന്ന്. അങ്ങനെ അടുക്കളയിൽ മൊത്തത്തിലും ഞാൻ തന്നെയായിരുന്നു കേട്ടോ. സാധാരണ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അടുക്കളയിൽ ജോലി ഉണ്ടാവലില്ല. ഇന്ന് അടുക്കളയിലും മക്കളതും എന്താ പറയുക കാറും എല്ലാം എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ തിരിച്ചു വന്നിട്ട് ആരും വെയിറ്റ് ചെയ്യാനൊന്നുമില്ല. ഞാൻ തന്നെ എന്താ പറയുക ഒറ്റയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. തീരെ ഒരു എനർജി ഇല്ല ഒറ്റയ്ക്ക് ആയതുകൊണ്ട്. പിന്നെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 എഗ്ഗൊക്കെ സ്ക്രാമ്പിൾ ചെയ്ത്, സാധാരണ ഇത് ചേച്ചിയൊക്കെയാണ് ഉണ്ടാക്കി തരലെന്ന് ചേച്ചിയില്ല. അപ്പോൾ ഞാൻ ടി വിയിൽ പാട്ടൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. പിന്നെ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു, തുണി അലക്കാനുണ്ടായിരുന്നു. പിന്നെ പണികളിലേക്ക് അങ്ങോട്ട് കടന്നു. ചേച്ചിയൊന്നും ഇല്ലല്ലോ, നമ്മൾ തന്നെ അല്ലേ ഉള്ളൂ, മൺമനുഷ്യോ ആയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഇന്ന് ആരും ഇല്ലല്ലോ, ഞാനും മമ്മി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നങ്ങോട്ട് എല്ലാം കൂടെ ഒപ്പിച്ചു. അങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് സത്യം പറഞ്ഞില്ലേ, ഇന്ന് വീഡിയോ എടുക്കാനുള്ള പ്രത്യേകിച്ച് മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറേ കിടന്നു, കുറേ അവിടെ കിടന്നു, കുറേ ഇവിടെ കിടന്നു, കുറേ സോഫയിൽ കിടന്നു, പിന്നെ കുറേ ബെഡിൽ കിടന്നു, പിന്നെ അപ്പുറത്ത് സോഫയിൽ കിടന്നു, പിന്നെ കുറേ മുന്നിൽ പോയിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഏകദേശം ഒരു 2 മണിയൊക്കെ ആയി. അങ്ങനെയൊക്കെ രീതിയിലൊക്കെ ഇങ്ങനെ സമയം ചിലവഴിച്ചു. ഇന്ന് സൂംബ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബസ് സമരവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ. സോ പിന്നെ ഒരു 2:30 ആയപ്പോൾ പതുക്കെ എണീച്ച് ഞാനൊന്ന് ഫ്രഷായി ഇതാ മക്കളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ വീഡിയോ കോളിങ് ടൈമാണല്ലോ. ഇപ്പം ഉമ്മാനെ ഈ ടൈമിൽ ആഡ് ചെയ്യില്ല, കാരണം ഉമ്മ ഉച്ചക്ക് ഈ ഒരു ടൈമിലാണ് കേട്ടോ കിടക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഡ് ചെയ്തില്ല. ഹണി അവിടെ ഭയങ്കര ബിസിയാണ് കേട്ടോ. ഐറൂസ് നല്ല പണിയാക്കി കൊടുത്തിട്ടുണ്ട് അവൾക്ക്, എല്ലാം വലിച്ചു വാരിയിട്ടിട്ട്. അപ്പോൾ അവനെ എടുത്തിട്ട് ഭയങ്കര പണിയിലാണ് അവൾ. പാവമാണ് കേട്ടോ, അവൾ നല്ല കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും താത്തൊക്കെ ഇങ്ങനെ അവളെ ഹെൽപ്പ് ചെയ്യാനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഒന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓൾ എവിടെയാണ് ഉള്ളത്, ഞാൻ എവിടെയാണ് ഉള്ളത്, താത്ത എവിടെയാണ് ഉള്ളത്, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മക്കളൊക്കെ കൂട്ടേണ്ട സമയമായപ്പോൾ ഞങ്ങളിതാ അവരെയൊക്കെ കൂട്ടി. ഞാൻ 2 എഗ്ഗേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വീട്ടിൽ വേറെ ഫുഡും ഇല്ല, പിന്നെ കഴിക്കാനുള്ളൊരു മൂഡും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് കഴിക്കാനുള്ളൊരു മൂഡൊന്നും ഇല്ല. അത്രയും മടിച്ചുണ്ട്. ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് മൂഡൊന്നുമില്ല. പിന്നെ വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് ഫ്രൂട്ട്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഉള്ളതൊക്കെ കുറേ മധുരമുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കഴിച്ചൊന്നുമില്ല. പിന്നെ നല്ല കൊതി വന്നപ്പോൾ കുറേ കാലമായിട്ട് ബിരിയാണിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ വീട്ടിൽ വാങ്ങും എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് കുറേ കാലമായിട്ട്, കുറേ കാലം കീറ്റോയിലായതുകൊണ്ട് ഫ്രൈഡ് റൈസ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഇതാ കുറച്ച് ഫ്രൈഡ് റൈസ് വാങ്ങി, അതാണ് പിന്നെ കഴിച്ചത് കേട്ടോ. അത് കഴിച്ച ഖേദത്തിൽ പിന്നെ അന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല.
സോ അതാണ് പിന്നെ അന്നത്തെ ദിവസം കഴിച്ചിട്ട് പിന്നെ വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. പിറ്റേ ദിവസം ദേശീയ പണിമുടക്കായിരുന്നല്ലോ ഇന്നലെ. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് സ്കൂളില്ല, ആർക്കും സ്കൂളുണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഇവർക്ക് സ്കൂളില്ല എന്നുള്ളൂ, ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലങ്ങോട്ട് പെട്ടുപോയി. ഈ ഓൺലൈൻ ക്ലാസ് ആ കൊറോണ ടൈമിൽ കണ്ടുപിടിച്ചതുകൊണ്ട് ഇവർക്ക് കറക്റ്റ് ഇങ്ങനത്തെ എന്തുണ്ടെങ്കിലും ഓൺലൈൻ ക്ലാസ് കറക്റ്റായിട്ട് വെക്കുക. അങ്ങനെ ഞാൻ ഇതിലങ്ങോട്ട് പെട്ടുപോയിട്ടുണ്ട്. രാവിലെ തന്നെ ഇരുന്ന് ഇവരെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എൻ്റെ പണിയാണ് കേട്ടോ. റെയ്നു അപ്പുറത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവൻ്റെ പിന്നെ വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവൻ കറക്റ്റായിട്ട് അതൊക്കെ ക്ലാസ് ഹോംവർക്കും കാര്യങ്ങളും നോട്ട്സൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് തന്നെ അവൻ ശ്രദ്ധിച്ച് കേട്ട് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തോളും. പക്ഷേ ഇവൻ കുറച്ച് സ്ലോ ആണ് കേട്ടോ. ക്ലാസ്സിൽ നിന്ന് തന്നെ നോട്ട്സൊക്കെ എഴുതാൻ, അതായത് ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ കുറച്ച് സ്ലോ ആണ്. സ്കൂളിൽ നിന്ന് വലിയ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. പക്ഷെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഈ എന്താ പറയുക, കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് അവന് ശ്രദ്ധയും ഒക്കെ വിട്ട് പോകുന്നുണ്ട്. സോ ഞാൻ അടുത്തില്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വഷളാവുന്നുണ്ട് കേട്ടോ. അതെനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അടുത്ത് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അവൻ ആകെ 3 പീരീഡേ ഉള്ളൂ. രാവിലെ ഒരു 8:45 സ്റ്റാർട്ട് ചെയ്താൽ 11:30 വരെ ഉള്ളൂ കേട്ടോ. അങ്ങനെ 3 പീരീഡ്. അപ്പോൾ 11:30 ആവുന്നതോട് കൂടിയിട്ട് നമ്മൾ ഫ്രീ ആകും. പിന്നെ പുതിയ ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ ഒരു പ്രഹസനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്, മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അതിപ്പോൾ ആ ഒരു ടൈമിലാണ്, ഇവർ ക്ലാസ് നടക്കുന്നതിൻ്റെ ടൈമിലാണ് എനിക്കത് ആമസോണിൽ ഡെലിവർ ആയത്. അതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവർ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സുജി എണീച്ച് വന്നത്. സുജി ഇന്നലെ തലേന്ന് തന്നെ രാത്രി വന്നതുകൊണ്ട് ഇന്ന് രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മക്കളെ ക്ലാസ്സിലായതുകൊണ്ട് ഇന്നും ചേച്ചിയില്ല, ദേശീയ പണിമുടക്കാണല്ലോ. അപ്പോൾ മമ്മി ഹെൽപ്പ് ചെയ്തിട്ട് നല്ല പത്തിരിയും ബീഫ് കറിയും പിന്നെ പൂള പുഴുങ്ങിയതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ എഗ്ഗൊക്കെ ഇങ്ങോട്ട് ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഞാൻ പൂള പുഴുങ്ങിയതും ബീഫ് കറിയൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ സുജിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. സുജിക്ക് എന്ത് പണി മുടക്കുകയാണെങ്കിലും സുജിക്ക് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ സുജി ലേറ്റായിട്ട് എണീച്ചതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് പോയതുകൊണ്ട് സുജിക്ക് ഫുള്ളായിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ സുജിൻ്റെ ബാക്കി പത്തിരിയും ഒക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ല രാവിലെ നല്ല ഫുഡ് അടിച്ചിട്ട് കയറ്റിയിട്ടുണ്ട്. നാളത്തെ വെയിറ്റ് എന്താവുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ വെയിറ്റൊന്നും ഒരു വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ആമസോണിൽ നിന്ന് ഒരു പാക്കേജ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ മക്കൾ റെയ്നുവിന് ഇപ്പോൾ 5ാം ക്ലാസ് മുതൽ പെന്നാണ് കേട്ടോ. അവൻ്റെ ആദ്യത്തെ സ്കൂളിൽ 4ാം ക്ലാസ് മുതലേ പെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സ്കൂളിൽ 5ാം ക്ലാസ് മുതലാണ് പെന്ന്. അപ്പോൾ അവന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെന്ന് അവന് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ ഫ്രണ്ട് ഇവന് ഈ ഒരു പെന്ന് കൊടുത്തതായിരുന്നു. ഡോംസിൻ്റെ ഇങ്സോൺ എന്ന ഒരു പെന്ന് അവന് കൊടുത്തതാണ്. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പെന്ന് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഈ കടയിലൊക്കെ ചോദിച്ച് നടന്നിട്ട് ഈ പെന്ന് അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവന് ആമസോണിൽ നിന്ന് ഈ പെന്ന് കണ്ടിട്ട് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ എന്തോ 20 എണ്ണത്തിന് എത്ര 200 സംതിങ്ങോ അങ്ങനെ എന്തോ നോക്കിയിട്ട് മൊത്തത്തിൽ ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ ഇന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സംഭവം കണ്ടോ, 2 കാലിക്കുപ്പി ഇത് പെട്ടുപോയതാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഒരു 1500 രൂപേൻ്റെ ക്യാഷ് ഓൺ ഡെലിവറി പാക്കേജ് വന്നതാണ് കേട്ടോ സുജീൻ്റെ പേരിൽ. അപ്പോൾ ഞാൻ സുജി ഇങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറി പാക്കേജ് ഇങ്ങനെയൊക്കെ വരലുണ്ട്. അപ്പോൾ ഞാൻ പൈസ കൊടുത്ത് കൊടുക്കലുണ്ട്. അപ്പോൾ സുജീൻ്റെ സാധനങ്ങൾ വരലും ഞാൻ അങ്ങനെ പൈസ കൊടുത്ത് കൊടുക്കൽ വാങ്ങി വെക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ 1500 രൂപ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വാങ്ങി വെച്ചപ്പോൾ അത് സുജി ഓർഡർ ചെയ്ത സാധനം ആയിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം പെട്ടുപോയതാണ്ടോ. സുജി ഓർഡർ ചെയ്തതല്ല, അത് എന്നെ പറ്റിച്ചതാ. അപ്പോൾ സുജി പറഞ്ഞു ഇനി ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി സാധനം ഓർഡർ ചെയ്യില്ല, ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ നീ പൈസ കൊടുക്കണ്ട, ഇത് നമ്മൾ പറ്റിക്കുന്നതാണ്, ആമസോണിൽ നിന്നല്ല എന്നുള്ള രീതിയിലൊക്കെ ആക്കിയതാണ്. ഏതായാലും ഞാൻ പറ്റിക്കപ്പെട്ടു ഗായ്സ്. നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം ആമസോണിൽ നിന്നല്ലാത്തതുകൊണ്ട് തന്നെ റിട്ടേൺ ഓപ്ഷനും ഇല്ല. ഏതായാലും അങ്ങനെയൊക്കെ. പിന്നെ സുജി കുറേ കറുത്തൽവയും എൻ്റെ ഫേവറേറ്റ്സ് ആണ് കേട്ടോ കറുത്തൽവ.
അതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണം കറുത്തൽ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. സുജി കുറേ നിർബന്ധിച്ചിട്ട് ഞാൻ കുറേ പിടിച്ചു നിന്നു അലുവ കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കുഞ്ഞു കഷ്ണം അലുവ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ കഴിച്ചു പോയി ഗായ്സ്. മക്കളൊക്കെ ഒന്ന് ഫുൾ ബിസി ആയിരുന്നു കേട്ടോ. ട്യൂഷൻ ഉണ്ടായിരുന്നു, ബോക്സിങ് ഉണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അവർക്ക് ഈ പണിമുടക്കൊന്നും ബാധകം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് അങ്ങനെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കേണ്ടതൊക്കെ ഉള്ള രീതിയിൽ ഞാൻ കുറച്ച് ശ്രമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. ഭയങ്കര ഉഴപ്പുണ്ടായിരുന്നു. കുറേ സിനിമ കണ്ട് അവിടെ കിടന്ന് ഇവിടെ കിടന്ന് അങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഒരുപാട് ഫുഡ് കഴിച്ചതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഫുഡ് കഴിച്ചതുമില്ല കേട്ടോ. പിന്നെ ഞാൻ ആ മധുരം കഴിച്ചില്ലേ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ കാര്യമായിട്ട് വലിയ കഷ്ണമൊന്നുമല്ല കേട്ടോ, ഒരു കുഞ്ഞോരു കഷ്ണമാണേ കഴിച്ചത്. അപ്പം അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ഡയറ്റും ഇങ്ങനെ സൈഡിൽ കൂടെ പോവുകയാണ് കേട്ടോ. എന്തൊക്കെയാണ് സംഭവിക്കണത് എനിക്ക് തന്നെ ഒരു പിടിയില്ല. സുജിക്കാണെങ്കിൽ പനിയാണോ എന്ന് ചോദിച്ചാൽ പനിയില്ല, പനിയില്ലേന്ന് ചോദിച്ചാൽ പനിയുണ്ട്. അങ്ങനെയുള്ള രീതിയിലാണ് കേട്ടോ. ഭയങ്കര ക്ഷീണമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് വായൊക്കെ കഴിക്കുന്നുണ്ട് തോന്നുന്നു. അങ്ങനെ മധുരം കഴിക്കാനൊക്കെ ഭയങ്കര ഇത്, പക്ഷെ എന്നാൽ കഴിക്കണിട്ടില്ലേനു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ കൊണ്ടുവന്ന് ഇങ്ങനെ എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ പ്രോപ്പറായിട്ട് കഴിക്കണമൊന്നുമില്ല. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന അലുവൊക്കെ ഇതാ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ഗസ്റ്റൊക്കെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുത്ത് തീർക്കും ചെയ്യാമല്ലോ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ. എന്താ സുജി തീരെ വയ്യായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ മമ്മി സുജിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പഴമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ കായപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനാണ് അതിന് കാര്യമായിട്ട് ഒന്നെടുത്ത് കഴിച്ചത്. സുജി സുജിയായിട്ട് കഴിച്ചതുമില്ല. അപ്പോൾ ഞാൻ അതിന് ഒന്നെടുത്ത് കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. നാളെ മുതൽ നീറ്റായിട്ട് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ കഴിച്ചത്. അപ്പോൾ നാളെ കാണാം. ബൈ.